സാധാരണ കർണാട്ടിക് മ്യൂസിക് വായിക്കുന്നത് ചെറിയ ഫ്ലൂട്ടുകളിലാണ്, മിഡിൽ ഫ്ലൂട്ടുകളിലാണ്. അപ്പോൾ മിഡിൽ ഫ്ലൂട്ടുകൾ ഡി ഷാർപ്പ്, സി ഷാർപ്പിനൊക്കെ ഇപ്പോൾ ആൾക്കാർ കൺസേർട്ട് വായിക്കാറുണ്ട്. പക്ഷെ നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ബേസ് ഫ്ലൂട്ടിലും കൺസേർട്ട് വായിക്കാൻ പറ്റും. പക്ഷെ കർണാടക സംഗീതത്തിൽ പൊതുവേ അങ്ങനെ ഒരു ഇത് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുവരുന്നില്ല. പക്ഷെ ഇപ്പോൾ ബാൻസുരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഫ്ലൂട്ടിൻ്റെ ഹിന്ദി പദമാണ് ബാൻസുരി എന്ന് പറയുന്നത്. പക്ഷെ ബാൻസുരി എന്ന് പറഞ്ഞിട്ട് ഹിന്ദുസ്ഥാനിക്കാർ ബേസ് ഫ്ലൂട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ബാൻസുരി എന്ന് പറയുമ്പോൾ ഒരു ബേസ് ഫ്ലൂട്ട് എന്നുള്ളൊരു ഫീല് നമുക്ക് അങ്ങനെ ഒരു അർത്ഥത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ അങ്ങനെ ബാൻസുരി എന്ന് തന്നെ വിളിച്ചിട്ട് വേണമെങ്കിൽ കർണാട്ടിക് ബാൻസുരി എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഈ ബേസ് ഫ്ലൂട്ടിൽ കൺസേർട്ട് വായിക്കാം. അല്ലെങ്കിൽ നമുക്ക് ബേസ് ഫ്ലൂട്ടിലാണോ മിഡിൽ ഫ്ലൂട്ടിലാണോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ കർണാട്ടിക് ബാൻസുരി എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. അപ്പോൾ ഇത് ബേസ് ഫ്ലൂട്ട് എനിക്ക് എൻ്റെ ഒരു അറിവിൽ ഗുരുവായൂർ ജി ശ്രീകൃഷ്ണൻ സാറിൻ്റെ മകൻ GS രാജനാണ് ആദ്യം ബേസ് ഫ്ലൂട്ട് കർണാട്ടിക് കൺസേർട്ട്. അദ്ദേഹം US സെറ്റിൽഡ് ആണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലെ മിക്ക കൺസേർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം ബേസ് ഫ്ലൂട്ട് F ഷാർപ്പ് ബേസിലാണ് അദ്ദേഹം കൺസേർട്ട് നടത്തുന്നത്. അതുപോലെ ഫ്ലൂട്ടിലെ കർണാട്ടിക് ഫ്ലൂട്ടിലെ ലോക ഫ്ലൂട്ടിലെ മാന്ത്രികൻ ശ്രീ ശശാങ്ക് സുബ്രഹ്മണ്യം കുറച്ച് നാളുകളായിട്ട് അദ്ദേഹം പല ഇന്നോവേഷൻസും നടത്തി. അദ്ദേഹം ഇപ്പോൾ F ഷാർപ്പിൻ്റെ ബേസ് ഫ്ലൂട്ടിൽ തന്നെയാണ് കർണാട്ടിക് കൺസേർട്ടുകൾ വായിക്കുന്നത്. ഇതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ മിഡിൽ ഫ്ലൂട്ട് എന്ന് പറയുകയാണെങ്കിലും കീബോർഡിലെ 4th ഒക്ടേവിലാണ് ശരിക്കും ഈ നമ്മളെ സാ വരുന്നത്. അപ്പോൾ ഈ മിഡിൽ സാന്ന് പിടിക്കുന്നത് ശരിക്കും ഒരു 4th ഒക്ടേവിലെ സായാണ് നമ്മൾ പിടിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും ഇപ്പം ഹിന്ദുസ്ഥാനി നമ്മൾ അത്രയും സൂത്തിങ് ആയിട്ട് കേട്ടിരിക്കാൻ കാരണം ഒരു ബേസ് ഈയിലാണ് ഹിന്ദുസ്ഥാനി വായിക്കുന്നത്. നമുക്ക് ഈ ബേസിലൊക്കെ 2 ഫിംഗർ ഈയിലൊക്കെ നമുക്ക് ഈ കർണാട്ടിക് ഫ്ലൂട്ട് വായിക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്കൊരു മിഡിൽ റേഞ്ചിലുള്ള ബേസ് ഫ്ലൂട്ടുകൾ ഏതാണ്ട് G ഷാർപ്പ്, G, F ഷാർപ്പ് വരെയുള്ള ഫ്ലൂട്ടുകളിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇപ്പോൾ ഈ ടണൽ ഫ്ലൂട്ട് എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം വന്നിട്ടുണ്ട്. അത് എക്സാക്റ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ശശാങ്ക് ജിയൊക്കെ അതാണ് ഉപയോഗിക്കുന്നത്, ടണൽ ഫ്ലൂട്ടാണ് ഉപയോഗിക്കുന്നത്. പലരും ഇപ്പോൾ പല മേക്കേഴ്സും ടണൽ ഫ്ലൂട്ട് ചെയ്യാം, വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ടണൽ ഫ്ലൂട്ട് വെച്ചിട്ട് ഈ ഫിംഗർ അടുപ്പിച്ച് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഹിന്ദുസ്ഥാനി പഠിക്കുന്നവർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. അവർ ഈയുടെ ബേസ് വായിക്കുന്നതുകൊണ്ട് G ഷാർപ്പൊക്കെ വളരെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതിൽ G ഷാർപ്പിലാണ് ഇപ്പം ഞാൻ വായിക്കുന്നത്. G ഷാർപ്പിൻ്റെ ബേസ്. ഇതിൽ ഞാൻ കണ്ടൊരു അഡ്വാൻറ്റേജ്, നമുക്ക് ഇപ്പോൾ ഒരു വോക്കൽ, നമ്മളിപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിൽ വോക്കൽ കീർത്തനങ്ങളാണ് വോക്കൽ മ്യൂസിക്കിൽ കീർത്തനങ്ങളാണല്ലോ നമ്മൾ കർണാട്ടിക് മ്യൂസിക്കിൽ വായിക്കുന്നത്. അപ്പോൾ അത് ആ വോക്കൽ എഫക്റ്റോട് കൂടി തന്നെ വായിക്കും. നമ്മളൊരു ചെറിയ ഫ്ലൂട്ടിൽ വായിക്കുമ്പോൾ നമ്മൾ തുടങ്ങണത് തന്നെ ഇപ്പോൾ എന്നാക്കിയായിരിക്കും, നല്ല ഹൈലായിരിക്കും വായിക്കണം. പക്ഷേ ഇതൊരു വോക്കൽ, നമ്മുടെ തൊണ്ടയുടെ വോക്കൽ കോഡിൻ്റെ എഫക്റ്റിൽ വായിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്കൊരു പോരായിക വരുന്നത് മൃദംഗം ഒക്കെ ഡിക്കൊക്കെ വായിക്കുമ്പോൾ മൃദംഗം നല്ല D ഷാർപ്പിൻ്റെ നല്ല അവർ പറയുന്ന തഗ് കട്ടയുടെ മൃദംഗമൊക്കെ ഉപയോഗിക്കാൻ പറ്റും. നല്ല കുറച്ച് വാവട്ടം കൂടിയ മൃദംഗം. അപ്പോൾ ഇതിൽ വരുമ്പോൾ മൃദംഗം കുറച്ച് ചെറുതായിരിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഈ നെറ്റ് ബോൾട്ട് മൃദംഗം വന്നപ്പോൾ നമുക്ക് ബേസൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വായിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ്. മിക്കവാറും ഒരു മാസത്തിനുള്ളിൽ ഈ കർണാട്ടിക് ബാൻസുരി എന്ന് പറഞ്ഞൊരു കൺസേർട്ട് ഉണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനലിലും അതിൻ്റെ പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു സംരംഭത്തിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ ഇതിനുള്ള പ്രോത്സാഹനങ്ങളും നിങ്ങൾ തരിക. അപ്പോൾ കർണാട്ടിക് ബാൻസുരി എന്ന് പറയുന്നൊരു ഏരിയ ഹരിമുരളി ഫ്ലൂട്ട് അക്കാഡമി ഉടനെ ആരംഭിക്കുന്നതായിരിക്കും.